നല്ല സ്ഥലത്ത് വെച്ചാക്കണേ അല്ലാ. ഞാൻ ഈ സംസാരിക്കുന്ന സമയം അങ്ങ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലെ പവിത്രമായ മക്കയിലെ ഒരു ഖബറിപ്പോൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്രയായ പ്രിയപ്പെട്ട സുഹൈല ഹാദിയ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി ഒരുങ്ങി ആ ഖബറിലേക്ക് ആ സഹോദരിയെ എടുത്തു വച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പോയതാണ് സുഹൈല സുഹൈല ഹാദിയ എന്ന് പറയുന്ന സഹോദരി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, ഹാഫിദ് ശറഫുദ്ദീൻ സഖാഫിയുടെ ഭാര്യയാണ്. പരിശുദ്ധമായ മക്കയിൽ ചെന്ന് 2 ഉംറ നിർവഹിച്ച് പരിശുദ്ധമായ ജബലുൻ നൂറിന്റെ മുകളിൽ കയറി അവിടെയെല്ലാം അതേ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുജൂദ് ചെയ്ത സ്ഥലത്ത് സുജൂദ് ചെയ്ത് അവിടെ നിന്ന് വന്ന് ഇന്ന് രാവിലെ ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങി 3ാമത്തെ ഉംറ നിർവഹിക്കുകയാണ്. തവാഫ് ചെയ്യുകയാണ്. തവാഫ് ചെയ്തതിന്റെ ശേഷം അതാ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് ആ സുഹൈല ഹാദിയ എന്ന് പറയുന്ന സഹോദരി ചെന്ന് ചുംബിക്കുന്നു. അല്ലാ പരിശുദ്ധമായ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുകയാണ്. എന്നിട്ട് കഅബ നോക്കിയിട്ട് ആ സഹോദരി കരയുന്നു. കൂടെയുള്ള ഒരുപാട് ഖത്തറിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി വന്ന സംഘത്തിലെ ഒരുപാട് സഹോദരിമാരുണ്ട്. ആ സഹോദരിമാരെയും കൂട്ടിയിട്ട് കഅബയിലേക്ക് നോക്കിയിട്ട് ആ സഹോദരി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇഹ്റാമിലായിട്ട് മുഹരിമായ നിലയിലെ ആ സഹോദരി ആ മത്താഫിലെ മഹാരഥന്മാരായ അമ്പിയാക്കളെ ഔലിയാക്കളെ സ്വാലിഹീങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് കഥകൾ പറയാനുള്ള പരിശുദ്ധമായ കഅബയുടെ ചാരത്ത് വെച്ച് ആ മത്താഫിൽ വെച്ച് ആ സഹോദരി അങ്ങ് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. 3ാമത്തെ ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ 6 വയസ്സായ പൊന്നുമോള് 4 വയസ്സായ പൊന്നുമോനെ 2 പേരെയും കൂട്ടിച്ചേർക്കുകയാണ്. കവിൾത്തടത്തിൽ ചുംബനം നൽകുകയാണ്. മക്കളെ, ഇനി ഉമ്മ വരണമെന്നില്ല. മകളോട് പറയാണ്, മോളെ എങ്ങനെയാണ് കുളിക്കേണ്ടത്? ഇനി എന്റെ മകന്റെ അനുജനെ കുളിപ്പിക്കേണ്ടത് നീയാണ്, കൃത്യമായി നോക്കണേ എന്നൊക്കെ പറഞ്ഞ് 6 വയസ്സുള്ള പൊന്നുമോളെ എല്ലാം ഏൽപ്പിച്ച് ഹാദിയ എന്ന് പറയുന്ന സുഹൈല ഹാദിയ മർക്കസു സഖാഫത്തു സുന്നിയയുടെ കീഴിലുള്ള ശരീഅത്ത് പഠന കോഴ്സാണ് ഹാദിയ എന്ന് പറയുന്ന കോഴ്സ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2 പ്രാവശ്യം കാണാൻ ഭാഗ്യം ലഭിച്ച ഹാദിയ സഹോദരി, മാഷാ അല്ലാഹ്, എന്ത് നല്ല ഭാഗ്യമുള്ള മരണമാണ്, എന്ത് നല്ല മരണമാണ്. മരണവാർത്ത കേട്ടപ്പോ അന്ന് ആ സമയം മുതൽ ഈ സമയം വരെ എന്റെ മനസ്സ് എന്തെന്നില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലാണ്. അല്ലാഹുവേ, അങ്ങനെ ഒരു മരണം ഞങ്ങൾക്കും നീ തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് മത്താഫിലായിട്ട് മുഹരിമായ നിലയില് ഒരാൾ ഇഹ്റാമിലായി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞതെന്താണ്? അവർക്ക് ഖബറിൽ ശിക്ഷയില്ല, വിചാരണയില്ല, നേരെ സ്വർഗത്തിലേക്കാണ്. അവരെ കഫൻ ചെയ്യലില്ല, അവരെ ഇഹ്റാമിന്റെ വസ്ത്രത്തോടുകൂടെ തന്നെ അവരെ ഖബറിലേക്ക് എടുത്തു
വെക്കലാണ്. മാഷാ അല്ലാഹ്, എത്ര വലിയ ഭാഗ്യം ലഭിച്ച സഹോദരിയാണ്. ഇന്നും അങ്ങനെയുള്ള സഹോദരിമാരുണ്ട്. അവരുടെ ഖൽബിൽ അല്ലാഹുവിന്റെ റസൂലാണ്, നന്മകളാണ്. തോന്നിവാസങ്ങൾക്ക് അവരില്ല, വൃത്തികേടുകൾക്ക് അവരില്ല, അനാവശ്യങ്ങൾക്ക് അവരില്ല. മാഷാ അല്ലാഹ്. ഓ പൊന്നു പെങ്ങളെ, ഓ സഹോദരി, ഭൗതികമായ ലോക ജീവിതം കുറഞ്ഞ കാല ജീവിതമാണ്. ആ ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി ജീവിച്ച് മരിക്കണം. ഹാദിയ, സുഹൈല ഹാദിയ എന്ന് പറയുന്ന സഹോദരി, അവര് മദനീയം കുടുംബമാണ്. മദനീയം കേൾക്കാറുള്ള സഹോദരിയായിരുന്നു. മദീനയിൽ എങ്ങനെയാണ് ഞാൻ ചെല്ലുക എന്നതായിരുന്നു ആ സഹോദരിയുടെ ചിന്ത. കാരണം മദീനയിലേക്ക് എനിക്ക് ചെല്ലാൻ കഴിയൂല, എന്റെ ഹൃദയം തകർന്നു പോകും, ഞാൻ അവിടെ തളർന്ന് വീണു പോകും. എനിക്ക് മദീനയിലേക്ക് എത്താൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചിന്തിച്ച സഹോദരിയാണ്. ആ സഹോദരിയുടെ ഉമ്മയും സഹോദരിയുടെ ഭർത്താവിന്റെ ഉമ്മയും എല്ലാവരും മദനിയത്തിന്റെ കുടുംബമാണ്. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയിലെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഹദ്റത്തിൽ കിടക്കണമെന്നതായിരുന്നു ആ സഹോദരിയുടെ ആഗ്രഹം. ഞാൻ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ സഖാഫിയെ ഫോണിൽ വിളിച്ചു, സഖാഫി എന്തായി, മരണം എന്തായി, എന്ത് സംഭവിച്ചതാണ്, കാര്യങ്ങളൊക്കെ സഖാഫി ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവസാനം ഞാൻ ചോദിച്ചു, ഖബർ എവിടെയാണ്? ഉസ്താദേ, ജന്നത്തുൽ മുഹല്ലയിൽ ഖബറടക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അത് സാധിച്ചിട്ടില്ല. ആ വിഷമത്തിലാണുള്ളത്. മറ്റൊരു സ്ഥലത്താണ് ഖബറടക്കുന്നത്. എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഫാത്തിഹ ഓതി ആ പൊന്നുമോളുടെ, ആ സഹോദരിയുടെ രണ്ട് മക്കളെ അവര് കണ്ടപ്പോ മറ്റൊരു ഖബർസ്ഥാനിൽ ഖബറടക്കുന്നത് മാറ്റി ആ സഹോദരിയെ ജന്നത്തുൽ മുഹല്ലയിലേക്ക് കൊണ്ടുവന്നു. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഹദ്റത്തിലെ ആ സഹോദരിയെ ഖബറടക്കുകയാണ്, ഖബറടക്കിയിരിക്കുകയാണ്. അല്ലാഹുവേ, സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അല്ലാഹു ആ സഹോദരിയുടെ ഖബറിലേക്ക്, അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹ, യാസീൻ, വാഖിയ, മുൽക്ക്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എല്ലാത്തിന്റെയും മുന്തിയ മിസ്ൽ സവാബ് അല്ലാഹുവേ, സുഹൈല ഹാദിയ എന്ന് പറയുന്ന സഹോദരിയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബർ നീ വിശാലമാക്കണേ റബ്ബേ. അവരുടെ ഭർത്താവ് ഷറഫുദ്ദീൻ സഖാഫിക്കും അല്ലാഹുവേ, പ്രായപൂർത്തിയെത്താത്ത ആ ചെറിയ പിഞ്ചു പൈതങ്ങളെ, ആ മക്കൾക്കും ആ മക്കളുടെ കുടുംബത്തിനും എല്ലാവർക്കും അല്ലാഹ് നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു വലിയ ക്ഷമ അല്ലാഹു അവരുടെ ഖൽബിൽ അല്ലാഹു ഇട്ട് കൊടുക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നല്ല മരണം തരണേ അല്ലാഹ്. റബ്ബിനോട് നിരന്തരമായി ചോദിച്ചോ, അങ്ങനെയുള്ള ആഗ്രഹവുമായി നടന്നോ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കേൾക്കുക, ആ മദ്ഹിനെ പ്രചരിപ്പിക്കുക, ആ മദ്ഹ് സ്റ്റാറ്റസ് വെക്കുക, മദീനയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെയുള്ള നല്ല ചിന്തകളുമായി ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന്, ഭൂനിവാസങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല ജീവിതം നമുക്ക് നയിക്കണം. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. എല്ലാവരും കൊതിക്കണം നല്ല മരണം.